ആയിട്ടുണ്ട് അല്ലെ. അതിനുശേഷം മാറിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഗോൾഡ്, മെറ്റൽ ഗോൾഡ്. പക്ഷെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രൂപകളായിരുന്നു അല്ലെ. ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്ന ഒരു കറൻസി ആയിരുന്നു നമുക്ക് സുപരിചിതമായിട്ടുള്ളത്. പക്ഷെ അധികം വൈകാതെ തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, ബാങ്കിങ് സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അതേ രീതിയിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് UPI ട്രാൻസാക്ഷൻ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. ആ UPI ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് നമ്മളൊക്കെ വിശ്വസിച്ച കാര്യമുണ്ട്, ഇത് സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഇത് സാധാരണക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഹാൻഡിൽ ചെയ്യാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ മുറുക്കാൻ കടയിൽ പോയി നോക്കിയാൽ പോലും അവിടെ ഗൂഗിൾ പേ, ഫോൺ പേയുടെ സ്കാനർ കാണാം അല്ലെ. ഇനി അതൊരു വെബ് 2 എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം നമ്മൾ സഞ്ചരിച്ച വഴികളിൽ 3 കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. തികച്ചും നമ്മൾ ഭാഗ്യവാന്മാരാന്ന് പറയാം. കാരണം വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലൂടെയും നമ്മൾ കവർ ചെയ്ത് പോവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൽ ആദ്യത്തെ വെബ് 1 എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഇന്റർനെറ്റ് ആദ്യമായിട്ട് ലോകത്തേക്ക് വന്നൊരു സമയം അല്ലെ. ആ സമയത്ത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിലൊക്കെ കഫേ സെന്ററുകളൊക്കെ നമ്മൾ കണ്ടൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ കഫേ സെന്റർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെബ് 2 എന്ന് പറയുന്ന ഒരു സാങ്കേതികത നമ്മൾക്ക് അതിലേക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലേക്ക് മൊബൈൽ ഫോണുകളായിട്ടും ലാപ്ടോപ്പുകളായിട്ടും സിസ്റ്റമായിട്ടും നമ്മൾ അതിലേക്ക് മാറി. അത് ആ ഒരു സമയത്ത് കൂടെ വെബ് 2 ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീടുകളിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ, കോവിഡ് എന്ന് പറയുന്ന ഒരു സമയം. ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മൊബൈലുമായിട്ട് പരിചിതമായത്. ആ ഒരു സമയത്ത് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സമയം ഒരുപക്ഷെ നമ്മൾ ഒരു ജോലിയില്ലാതെ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരുമാന മാർഗം ഇല്ലാതെ ഇരുന്ന ഒരു സമയത്ത് ആ ഒരു സമയത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും യൂട്യൂബ് വീഡിയോകളായിട്ടും ഇൻസ്റ്റാഗ്രാം വീഡിയോകളായിട്ടും ഫേസ്ബുക്ക് വീഡിയോകളായിട്ടും വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ എന്ത് ചെയ്തു, നമ്മൾ അവിടെ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് നമ്മളെ സമയത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറി. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടെ. അല്ലെങ്കിൽ വെബ് 2 ഓരോ കാലഘട്ടം മാറുമ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി എന്താണ് വെബ് 3യുടെ ആഗമനം, അല്ലെങ്കിൽ എന്താണ് വെബ് 3 വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? വെബ് 2 നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിട്ട് ഫേസ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാക്കബിലിറ്റി ഏറ്റവും കൂടുതൽ ഹാക്ക് ചെയ്യപ്പെടും. കഴിഞ്ഞ മാസത്തെ ഒരു ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത്. സോ അത്രത്തോളം സേഫ്, അത്രയേ ഉള്ളൂ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്നുള്ളത്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വെബ് 3 എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഓറിയന്റ് ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ കംപ്ലീറ്റ്ലി വ്യത്യാസത്തോട് കൂടിയിട്ട് ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണത്. സോ അവിടെ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടില്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്ന പല ആളുകളും പറഞ്ഞു കേട്ടാറുണ്ട് അല്ലെ. അതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നോക്കിയ ഫോൺ അല്ലെ. നോക്കിയ ഫോൺ ഇന്ന് നമ്മൾ കാണുന്നില്ല. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്ന സമയത്ത് നോക്കിയ ഒരു ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സിസ്റ്റത്തിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ടൈറ്റാൻ വാച്ച്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ എന്തുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെബ് 3 ബേസ് ചെയ്തിട്ട് വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മണി എവല്യൂഷൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എവിടെ നിൽക്കുന്നു, ഗൂഗിൾ പേ, ഫോൺ പേയിൽ നിൽക്കുന്നു. പക്ഷെ ഇവിടെ വരാൻ പോകുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ചില വൺ വേൾഡ് വൺ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് നമ്മുടെ സാങ്കേതികത വരുന്നത്. ഇപ്പൊ ഇന്ത്യൻ രൂപ വെച്ചിട്ട് നമുക്ക് അമേരിക്കയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് പറ്റില്ല അല്ലെ. കാരണം നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ മണി എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടുത്തെ കറൻസി ആക്കി മാറ്റിയതിനു ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ നമ്മുടെ സാധനങ്ങൾ വാങ്ങുമോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാനോ പറ്റുന്നത്. പക്ഷെ ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യാൻ പോകുന്നു, CBDC എന്ന് പറയുന്നത് പോളിഗൺ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനിൽ. ഒരു പക്ഷെ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന പല വേർഡുകളും നിങ്ങൾക്ക് പുതിയതായിരിക്കാം. നമ്മൾ ആലോചിച്ച് നോക്കുക, 1990 കാലഘട്ടത്തിൽ 2025 അല്ലെങ്കിൽ 2020 നമ്മൾ നടന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ദുബായിലിരിക്കുന്ന ഒരു വ്യക്തിയോട് വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ്. പക്ഷെ അതിന് ഇത്രത്തോളം കാലഘട്ടം സമയം എടുക്കൂല. വരുന്ന 1-2 വർഷം കൊണ്ട് സുപരിചിതമാവാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധപൂർവ്വം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു മാറ്റത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ചുവടെടുത്ത് വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
വളരെ നല്ല രീതിയിലുള്ള ഒരു വരുമാന സ്രോതസ്സായിട്ടും അതേപോലെ തന്നെ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ചെറുമക്കളൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു മെത്തേഡിന്റെ ഒരു അംശമെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചിട്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന വഴിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ക്രിപ്റ്റോ കറൻസി മുഖാന്തരം പ്രവർത്തിക്കുന്ന വെബ്3 പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പൊ ഷെബീർ ബ്രോ ഇവിടെ പറഞ്ഞിട്ടുള്ള കോയിൻഫോജ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. എന്തായാലും ഞാൻ ചെറിയൊരു സ്ക്രീൻ ഷെയറിലൂടെ ഒരു ചെറിയൊരു പ്രോഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും പറഞ്ഞിരിക്കുന്ന പേര് കോയിൻഫോജ് എന്ന് പറയുന്നതാണ് ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്ത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഡിജിറ്റൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, വളരെ വലിയൊരു പ്രോഗ്രാമാണ് കോയിൻഫോജ് എന്ന് പറയുന്നത്. ഒരുപാട് ലക്ഷ്യങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് വലിയൊരു അസറ്റ് ഉണ്ടാക്കി വെക്കി തരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ വരുമാനം ഉണ്ടാക്കി തരാൻ പാകത്തിനുള്ള ഒരു പ്രൊജക്റ്റ് ആണ് കോയിൻഫോജ് എന്ന് പറയുന്ന പ്രൊജക്ട്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധത്തിലേക്ക് മാത്രം മാറ്റി വെക്കാമെന്ന് ഞാൻ പറയുകയാണ്. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെബ്3 എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ പല രാജ്യങ്ങളിലും ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ദുബായിൽ പല കമ്പനികളും എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസി മുഖാന്തരം ശമ്പളം കൊടുക്കാൻ, സാലറി കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദുബായ് എയർപോർട്ടുകളിൽ ക്രിപ്റ്റോ കറൻസിയുടെ ATM മെഷീനുകൾ ഓൾറെഡി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം എന്തിന് നമ്മൾ ദുബായിലേക്ക് പോകുന്നത്, വളരെ നമുക്ക് പരിചയമായിട്ടുള്ള മലപ്പുറത്ത് ഒരു കല്യാണം നടന്നിരിക്കുന്നത്, അവിടെ മഹർ കൊടുത്തിരിക്കുന്നത് സൊളാന എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. സോ ലോകത്ത് തന്നെ പലതരം ക്രിപ്റ്റോ കറൻസികൾ ഉണ്ട്. 4 ലക്ഷത്തിൽ പലരും ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിനുകൾ ഉണ്ട്. ഈ കോയിനുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നതിലൂടെ ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടാവും, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു കോയിനെ കുറിച്ച്. ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്ന് ലോകത്തിൽ തന്നെ മദർ ഓഫ് കോയിൻ എന്ന് പറയുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. 2008 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2008 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. 2009 അതിന്റെ വൈറ്റ് പേപ്പർ ലോഞ്ച് ചെയ്യുമ്പോൾ ഒഫീഷ്യലി അത് എന്ത് ചെയ്തു, ലോകത്തിന്റെ മുമ്പിലേക്ക് വന്നു. പക്ഷെ 2010 നോക്കുമ്പോഴും ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ 2 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കോയിൻ വാങ്ങാൻ പറ്റുമായിരുന്നു. അന്ന് നമ്മൾ മീൻ വാങ്ങുന്ന ഒരു 50 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 25ഓളം കോയിൻസ് നമ്മുടെ വാളറ്റിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു കോയിന്റെ ഇന്നത്തെ പ്രൈസ് 2025 നോക്കുകയാണെങ്കിൽ 1 കോടി കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. സോ എല്ലാവരും പറയാറുണ്ടല്ലേ, ഗോൾഡിൽ ഭയങ്കര ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഗോൾഡ് കുറച്ച് പണ്ട് കാലത്ത് വാങ്ങി വെച്ചാൽ മതിയാക്കുന്നൊക്കെ. അതിന്റെ എത്രയോ 10 മടങ്ങാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിപ്റ്റോ കറൻസിയിലെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ 2 തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളാണുള്ളത്. ഒന്ന് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്ന കോയിൻസ് എന്നുവെച്ചാല് പ്രൈസിൽ കൂടുതൽ ഹൈക്ക് ചെയ്യുകയും കൂടുകയും കുറയുകയും ചെയ്യുന്ന കറൻസികളെയാണ് ഫ്ലക്ച്വേഷൻസ് വരുന്ന കോയിൻസ് എന്ന് പറയുന്നത്. സോ ട്രേഡ് മുഖാന്തരം നമുക്ക് ക്രിപ്റ്റോ കറൻസി നമ്മൾ കേൾക്കാറുണ്ട്. പല ആളുകൾ എന്താണ് ജോബ് അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്യാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇതേപോലത്തെ കോയിൻഫോജ് പോലത്തെ പ്രൊജക്ടുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിപ്റ്റോ കറൻസി കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കോയിൻഫോജ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലാണ്. വെബ്3 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. അതിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയിനിൽ വെബ്3 ഉപയോഗിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വെബ്3 ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഉള്ള ഒരു സേഫ്റ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 100% ട്രാൻസ്പെറന്റ് ആണ്. അതേപോലെ തന്നെ കോഡിംഗ് മുഖാന്തരമാണ് ഇവിടെ വെബ്3 ബ്ലോക്ക് ചെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാക്കബിലിറ്റിക്കും ഒരു ചാൻസും ഇല്ലാത്ത ഒരു കാര്യമാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് 100% ആണ് എന്ത് വെബ്3 എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട്. ഓൾ ഓവർ ഇന്ത്യ അടക്കം ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ഡിജിറ്റൽ സർവേകൾ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ ബ്ലോക്ക് ചെയിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ലൈക്ക് ഇപ്പൊ നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങുക, വിൽക്കുക, ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കൊരു 10 സെന്റ് സ്ഥലം വാങ്ങണം. ആ വാങ്ങുന്ന സമയത്ത് വിൽക്കാനുള്ള വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് അത് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് ആധാരം, മടിയാധാരം, അതേപോലെ മുദ്രപേപ്പർ, ഇങ്ങനെ ഒരുപാട് ഫോർമാലിറ്റി കവർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കച്ചവടം അവിടെ നടത്തുന്നതെങ്കിൽ ഇതേ സാധനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സർവേകൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഞാനും നിങ്ങളും ഒരു സ്ഥലക്കച്ചവടം നടത്തുവാണെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള ഒരു ഡിജിറ്റൽ കരാറിലെ സ്മാർട്ട് കോൺട്രാക്ട് കരാറിലൂടെ നമുക്ക് കച്ചവടം നടത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ജോബും കാര്യങ്ങളൊക്കെ ഇനി ബ്ലോക്ക് ചെയിനെ ബന്ധിപ്പിച്ചിട്ടായിരിക്കും എന്ന് ചുരുക്കം.
സോ അതേ ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കോയിൻഫോജ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. സോ ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. അതേപോലെ തന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇത് പ്രവർത്തിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണെന്നുള്ളത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇതുവരെ കേട്ട് പരിചയമുള്ളതെല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു ടീമോ ആയിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴും അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഒരു പക്ഷെ നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ 4 വ്യക്തികളായിരിക്കും അതിന്റെ ബിഹൈൻഡ്. അവർക്ക് ഏത് മാറ്റങ്ങൾ എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, കോൺഫോജ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ഒരു പ്രോഗ്രാം അത് കോഡ് ചെയ്തിട്ട് ഓൺ എയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് അവസാനിക്കുന്ന വരെ ഒരു വ്യക്തിക്കും അതിൽ എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് പോലും അത് തിരിച്ചെടുക്കാനോ പറ്റാത്ത രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് ഇതിന് ക്രിയേറ്റർ ഉണ്ടോ വെച്ചാൽ ക്രിയേറ്റർ ഉണ്ട്, ഇതിനെ നിയന്ത്രിക്കാൻ ഒരാളുണ്ടോ വെച്ചാൽ നിയന്ത്രിക്കാൻ ഒരാളുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഓണറിലേക്ക് നിങ്ങളിലേക്ക് ഇതുവരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ സംഭവിച്ച കാര്യങ്ങൾ ഒരു കാരണവശാലും തിരിച്ചെടുക്കാനോ എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ ആർക്കും അധികാരമില്ല. ഒരു വ്യക്തിക്കും അധികാരമില്ല, അധികാരം കാണിക്കാനും പറ്റില്ല. കാരണം അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഓണറിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും. ഇനി ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നത് പോളിഗൺ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനിലാണ്. ആക്ച്വലി ബ്ലോക്ക് ചെയിൻ ഒരുപാടുണ്ടെങ്കിലും ഇവിടെ പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് തന്നെ പെർ സെക്കൻഡിൽ 30,000 ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് പോളിഗൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ അതിന്റെ കൂടെ തന്നെ ഒരു ഗ്യാസ് ഫീ ആയിട്ട് ഒരു കോയിൻ കൂടെ നമുക്ക് അഡീഷണലി ആവശ്യം ഉണ്ടാവും. ആ ഗ്യാസ് ഫീ ഏറ്റവും കുറവുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ് പോളിഗൺ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ട്രാൻസാക്ഷൻ എലമെന്റ് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളാണ് മാർക്കറ്റിലുള്ളത് അല്ലെ. ഒന്ന് ഫ്ലക്ച്വേഷൻസ് വരുന്ന ബിറ്റ് കോയിൻ പോലത്തെ, എത്തേറിയൻ പോലത്തെ, BNB പോലത്തെ പ്രൈസിൽ കൂടാനും കുറയാനും സാധ്യതയുള്ള കോയിനുകൾ. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിനുകളാണ്. അത് അധികവും രാജ്യാന്തര കോയിനുകളായിരിക്കും. ഓരോ രാജ്യത്തിനും അതിനനുസൃതമായിട്ടുള്ള അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ USDT എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ US ഡോളറിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ എലമെന്റ് ആണ് എന്ത് USDT എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്ന, ഇന്ത്യയിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസി CBDC എന്ന് പറയുന്നത് അതും ഇതേപോലെ തന്നെയാണ്. ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യമായിട്ടായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാവുക. 1 രൂപ മീൻസ് ഒരു ക്രിപ്റ്റോ കറൻസി, ഒരു CBDC, 2 CBDC മീൻസ് 2 രൂപ. ആ ഒരു രീതിയിലേക്ക് എന്തുണ്ടാവുക, ആ കോയിനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്കൊരു പ്രോഗ്രാമിലേക്ക് കയറണമെങ്കിൽ നമുക്കറിയാം അവിടെ ഫ്ലക്ച്വേഷൻസ് വരാത്ത, പ്രൈസിൽ മാറ്റങ്ങൾ വരാത്ത കോയിൻ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് USDT ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊജക്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് USDT എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇൻസ്റ്റന്റ് പേ ഔട്ട് സിസ്റ്റം ആണ്. നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യണ്ട, നമ്മൾക്കൊരു പേയ്മെന്റിന് വേണ്ടിയിട്ട് ആരെയും കാത്തിരിക്കോ അല്ലെങ്കിൽ പിന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കോ ഒന്നും വേണ്ട. നമ്മളിവിടെ എന്ത് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് സ്പോട്ടിൽ വിത്തിൻ 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളിലേക്ക് പേയ്മെന്റ് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് എന്തുള്ളത് ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിലുള്ളത്. അതേപോലെ തന്നെ ഗ്ലോബൽ ആക്സസിബിലിറ്റി, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്ത് ആരിലേക്കും ഈ ബിസിനസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് 100% തന്നെയാണ്. പിന്നെ ഒരു പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ഇന്ന് ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പല ആളുകളും പല ബിസിനസ് ചെയ്യുന്നയോ അല്ലെങ്കിൽ പല വർക്കുകൾ ചെയ്യുന്നയോ ഏതെങ്കിലും ജോബ് ചെയ്യുന്ന ഒക്കെ ആളുകളായിരിക്കും. ഇവരൊക്കെ ഞാനടക്കമുള്ള ആളുകൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞാനൊരു 3.5 വർഷം മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. സാലറി മാത്രം വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എക്സ്പെൻസസ് കൂടുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ഒരു പ്രൊജക്ട് നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ ഒരു സാധനം എന്ത് ചെയ്യില്ല, ഒരാളും ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, നിങ്ങളിലേക്ക് എത്തിക്കില്ല. നമുക്കെല്ലാം വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ റോയൽറ്റി ഇൻകം ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വഴിയെ നിങ്ങൾക്ക് ബ്രാൻഡിലൂടെ മനസ്സിലാവും. ആൻഡ് എന്തായിരുന്നു ഈ പ്രൊജക്ട് ബേസ് ഓറിയന്റ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മാർച്ചിൽ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്രൊജക്ട് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് ആ ഒരു ഇതിനോട് കൂടിയിട്ട് ഇനി
സിസ്റ്റം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു പ്രീമിയം ലെവൽ കോൺട്രാക്റ്റുകളിലൂടെ ഇതിനെ ലോഞ്ച് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഫോജ് കോയിൻ അല്ലെങ്കിൽ ഫോജ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ എലമെന്റ്. അതിന്റെ സ്റ്റാർട്ടിങ്, അത് മൈൻ ചെയ്യാൻ ചില ക്രിപ്റ്റോ കറൻസി, ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ പുതിയ വേർഡുകളായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക, പക്ഷെ നമ്മൾ സുപരിചിതമാവാൻ പോകുന്ന വേർഡുകൾ തന്നെയാണ്. മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിനെ ക്രിയേറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം. ഇപ്പൊ ഒരു ക്രിപ്റ്റോ കറൻസി എപ്പോഴാണ് വാലിഡ് ആവുന്നത്, ആളുകളിലേക്ക് എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണമെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഡെവലപ്പ് ചെയ്യാം. ആ ക്രിപ്റ്റോ കറൻസി എനിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഓഫ്കോഴ്സ് അത് അത്രത്തോളം എന്റെ കയ്യിൽ എന്തുണ്ടാവണം, അസറ്റ് ഉണ്ടായിരിക്കണം. കാരണം കോടികൾ ചെലവാക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു പക്ഷെ ഒരു ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ആ ഡെവലപ്പ് ചെയ്ത കോയിൻ മാർക്കറ്റിലേക്ക് വാലിഡ് ആയിട്ട് വരണമെങ്കിൽ മിനിമം 25% ആളുകളുടെ കയ്യിലെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് ആ ടോക്കണുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ പൊതുവെ ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ആക്ച്വലി കോയിൻഫോജിന്റെ കൃത്യമായിട്ടുള്ള പ്രാധാന്യം. എന്തിന് നിങ്ങൾ കോയിൻഫോജ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമുക്ക് കോയിൻഫോജിനെ ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാം എന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പല ക്രിപ്റ്റോ കറൻസികളും മാർക്കറ്റിലേക്ക് വരുന്നതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല ഗെയിമിലൂടെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്ത് വെക്കാറുണ്ട്. ആ ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിലേക്ക് വരുന്ന ദിവസം തന്നെ അവരത് വിറ്റിട്ട് പൈസയാകും. ദാറ്റ് മീൻസ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പക്ഷെ ഞാനാണ് അത് ചെയ്യുന്നതെങ്കിൽ എനിക്കും ആ ഡെവലപ്പറിനും തമ്മിൽ ഒരു ബന്ധമില്ല, എനിക്ക് അവരുമായിട്ട് ഒരു ട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, എനിക്ക് അവിടെ വെക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ടോക്കണുകൾ എത്തിക്കാനുള്ള കമ്മ്യൂണിറ്റിനെ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കുകയാണ്. ആ കമ്മ്യൂണിറ്റിക്ക് അതിനനുസരിച്ച് വരുമാനം കൊടുക്കുകയാണ്. ആ കമ്മ്യൂണിറ്റിക്ക് ആ ടോക്കൺ വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമുകളും ഇവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 100% ഇവിടെ ഒരു ട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്കാണ്. അറൗണ്ട് 100 കോടി ടോക്കണുകളാണ് ഇവിടെ മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ അതിന്റെ 10% ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കോയിന്റെ ലിസ്റ്റിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഫ്കോഴ്സ് ഇതൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആണ്. ഓഫ്കോഴ്സ് 2026 എന്ത് ചെയ്യും, ആ ഒരു കോയിൻ മാർക്കറ്റിലേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ റോയൽറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് ഇതൊരു AI ബേസ്ഡ് പ്രൊജക്റ്റ് ആണ് കോയിൻഫോജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവരുടെ അൾട്ടിമേറ്റ് ഫോക്കസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ അൾട്ടിമേറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കാണ്, AI ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു റിയൽ ലൈഫ് ഉള്ള ഒരു പ്രോഗ്രാം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോയിൻഫോജ് എന്ന് പറയുന്ന പ്രൊജക്ടിനെ കാണാൻ പറ്റും. ഇനി ഓഫ്കോഴ്സ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രീ ലോഞ്ചിങ് പീരിയഡ് ആണ് ഇതെന്ന് ഞാൻ പറഞ്ഞു. ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന നമ്മൾ ത്രൂ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ നമ്മൾ അങ്ങനെ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫോജ് റേസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഒരു അൽഗോരിത പ്രകാരം നിങ്ങളിലേക്ക് ഒരു ഇൻകം എത്തുന്ന സിസ്റ്റം കൂടെ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ജനറേഷനിൽ നിന്ന് നമുക്ക് റെഫറൽ ആക്റ്റീവ് ഇൻകം ലഭിക്കുന്നുണ്ട് 40%. നമ്മളൊരു വ്യക്തിനെ റെഫറൽ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് അവിടെ 40% അവിടെ എന്തുണ്ട്, ഡയറക്റ്റ് സ്പോട്ട് ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ ആ വ്യക്തി ത്രൂ പോകുന്ന 5 ലെവലുകളിൽ നിന്നും 8% വെച്ചിട്ട് നമുക്കിവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്നത് ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം പറയാൻ പോകുന്നത് ഞാൻ ഒരു 5 മാസം കൊണ്ട് എന്ത് ചെയ്തു, ഒരു 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഏൺ ചെയ്തിട്ടുണ്ട്, മിനിമം ഒരു 3 ലക്ഷം രൂപയെങ്കിലും ഞാൻ ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിജിറ്റൽ കറൻസികളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് ഈ ഒരു ഫോജ് റൈസ് എന്ന് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പൊ എവിടെയെങ്കിലും ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ പോലും അതിന്റെ ഒരു പെർസെന്റേജ് ഓഫ് ഷെയർ നമ്മളിലേക്കും കൂടെ വരുന്ന ഒരു സിസ്റ്റം കൂടെ എന്ത് ചെയ്തിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 40% റെഫറൽ ഇൻകം ആണെങ്കിൽ 40% 4 സ്ലോട്ടുകളിൽ നിന്നും നമുക്ക് ലെവൽ ഇൻകം ആണെങ്കിൽ 40% ഗ്ലോബൽ ഷെയർ 2 സ്ലോട്ടിന് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി 20% നമ്മൾ പോകുന്നത് റോയൽറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്കാണ്. അത് റോയൽറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും, അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ഫണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുക, എങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിലവില് 6 സ്ലോട്ട്, നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ 9 സ്ലോട്ടുകളുടെ ഒരു പിക്ചർ കാണുന്നുണ്ടാവാം. 7, 8, 9 എന്ന സ്ലോട്ടുകൾ നിങ്ങൾ മറന്നേക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ലോട്ടുകളാണ് ഞാൻ പറയുന്നത്. ഈ സ്ലോട്ടുകൾ ബൈ ചെയ്തും കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ കമ്മ്യൂണിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അത് ഓരോ സ്ലോട്ടിനും ഡിഫറെന്റ് വാല്യൂകളായിരിക്കും. നമുക്കിവിടെ കാണാൻ പറ്റും. ലെവൽ 1ന് $50 ആണെങ്കിൽ ലെവൽ 2ന് $100 നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെവൽ 3 150, ലെവൽ 4 200, ലെവൽ 5 250 ആൻഡ് ലെവൽ 6 $300 നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. സോ ടോട്ടലി ഒരു 6 കോൺട്രാക്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടോട്ടലി സ്പെൻഡ് ചെയ്യുന്നത് $1050 ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഇവിടെ ഒരു $1050 നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ 1050 ഫോർജ് ടോക്കണുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അത് ഫ്യൂച്ചറിൽ നമ്മുടെ ഫോർജ് കോയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഫോർജ് കോയിൻ ആക്കിയിട്ട് എന്ത് ചെയ്യും, ആ ടോക്കണുകൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ലെവൽ 3ലും ലെവൽ 6ലും ഒരു റൗണ്ടിൽ മാത്രം നമ്മൾ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 40% 2 സ്ലോട്ടുകളിൽ നിന്നും ഈക്വൽ ആയിട്ട് അതുവരെ ആരൊക്കെ ഈ സ്ലോട്ടുകൾ ഓപ്പൺ ചെയ്തിട്ടോ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. ലെവൽ 3നും ലെവൽ 6ന്റെയും 40%. ഇപ്പൊ ഞാൻ ലെവൽ 6 ഓപ്പൺ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ശേഷം ഈ ലോകത്ത് 6 ലെവൽ 6 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും, ഈ ലെവൽ 6കൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആ വ്യക്തി ഓപ്പൺ ചെയ്തതിന്റെ ലെവൽ 3യുടെയും ലെവൽ 6ന്റെയും 40% ഞാൻ അടക്കം അതുവരെ ആരൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആർക്കും സീനിയോറിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിരുന്നു. ആൻഡ് ലെവൽ 1, ലെവൽ 2, ലെവൽ 4, ലെവൽ 5 എന്ന് പറയുന്ന 4 സ്ലോട്ടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എന്ത് 5 ജനറേഷനിൽ വരെ 8% വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാ നോക്കാം. സോ ഇവിടെ എക്സ് എന്നൊരു വ്യക്തിനെ നമുക്ക് കാണാം. ഈ എക്സിന്റെ ആക്ച്വലി ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കോയിൻഫോർജിന്റെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നത് നമ്മളൊരു പ്രൈവറ്റ് വാളറ്റ് വീഡിയോ കാര്യങ്ങളിലൂടെയാണ്. നമ്മളിവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് വാളറ്റിലൂടെ നമ്മളൊരു പേഴ്സ്, നമ്മൾ പണം നമ്മൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേഴ്സ് ആണെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാളറ്റുകൾ ഉണ്ട്. സോ ആ വാളറ്റ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സ്മാർട്ട് കോൺട്രാക്ട് മുഖേന ഈ പ്രോഗ്രാമുമായിട്ട് കണക്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരാളുടെയും പ്രൈവറ്റ് വാളറ്റുകളില്ല. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ലോകത്ത് എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന വാളറ്റിലൂടെ തന്നെയാണ് കോയിൻഫോർജുമായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അത് ലിങ്ക് ചെയ്യുന്നത് അതൊരു സ്മാർട്ട് കോൺട്രാക്ട്, ഒരു വ്യക്തിയുടെ സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ത്രൂ 5 പേര് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിടുക. 5 പേർക്കാണ് ആളുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതേ വ്യക്തിയുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് 25 കോൺട്രാക്റ്റുകളായിരിക്കാം. അതേപോലെ തന്നെ ജനറേഷൻ 3 എന്ന് പറയുന്നത് 125 കോൺട്രാക്റ്റുകളും, ജനറേഷൻ 4 എന്ന് പറയുന്നത് 625 കോൺട്രാക്റ്റുകളും, ജനറേഷൻ 5 എന്ന് പറയുന്നത് 3125 കോൺട്രാക്റ്റുകളാണ്. ദാറ്റ് മീൻസ് ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തിനെ സംബന്ധിച്ച് ഈ ഒരു 3125 ആളിൽ നിന്ന് വരെ 8% ലെവലിംഗം മെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു 5 ജനറേഷൻ മുഖാന്തരമാണ് ഇവിടുത്തെ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഓട്ടോ ഫില്ലിംഗ് സിസ്റ്റം ആണ്. ഒരിക്കലും എന്തല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല പോലെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ ഒരു വ്യക്തിയുടെ അണ്ടറിൽ ഒരാളെ പ്ലേസ്മെന്റ് കൊടുക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. ഇവിടെ എ ചാനൽ ബി ചാനൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. നമ്മൾക്ക് ഒരു കോൺടാക്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ 10 കോൺടാക്ട് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോൺടാക്ട് കൊണ്ടുവരാം. എത്ര കോൺടാക്റ്റുകൾ നിങ്ങൾ കൊണ്ടുവന്നാലും അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 40% റെഫറൽ ലിങ്കും 8% ലെവലിംഗും ആയിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല, അത് എത്ര കോൺട്രാക്ട് നമ്മൾ കൊണ്ടുവന്നാലും. ഇനി ഫോർ എക്സാമ്പിൾ ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി ത്രൂ 5 വ്യക്തികൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിലേക്ക് സ്മാർട്ട് കോൺട്രാക്ട് മുഖേന കണക്ട് ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതേ വ്യക്തികളിൽ എ ബി സി എന്ന് പറയുന്ന 3 വ്യക്തികൾ ത്രൂ 2 വ്യക്തികൾ വീതം ഈ ഒരു പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡി എന്ത് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു വ്യക്തിയെ മാത്രമേ ഈ ഒരു പ്രോജക്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇ എന്ന് പറയുന്ന വ്യക്തി കുറച്ചും കൂടെ സ്മാർട്ടാണ്. ഓഫ്കോഴ്സ് ആൾ എന്ത് ചെയ്തു, 3 വ്യക്തികളിലേക്ക് ഈ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്തിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ കണക്ട് ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്, അപ്പോഴാണ് പുള്ളി അടുത്തൊരു റഫറൽ, പുള്ളി പുതിയൊരു വ്യക്തിനെ ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് എവിടെയാണ് ആ പ്ലേസ്മെന്റ് പോവുക? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ അണ്ടറിൽ പ്ലേസ് കൊടുക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഓട്ടോ ഫില്ലിംഗ് സ്ട്രാറ്റജിയാണ്. സോ പ്രയോറിറ്റി ബേസിലാണ് എന്ത് ചെയ്യുക, ഓട്ടോ ഫില്ലിംഗ് നടക്കുക. ഇവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ഡിക്കാണ്. സോ അതുകൊണ്ട് തന്നെ എക്സിന്റെ നെക്സ്റ്റ് കോൺട്രാക്ട് എവിടെ പോയിട്ട് വീണു, ഡിയുടെ സെക്കൻഡ് കോൺട്രാക്ട് ആയിട്ട് കണക്ട് ആയി. അവിടെ ഡിക്ക് എന്ത് ചെയ്തു,
ഡിയും D2 തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിലും കൂടെ ഡിക്ക് അവിടെ 8% പ്രോഫിറ്റ് കയറി. ആ 8% D2 എന്ന് മാത്രമാണെന്ന് വെച്ചാൽ ഒരിക്കലല്ല, ആ D2 ത്രൂ കണക്ട് ആവുന്ന 5 ലെവലുകളിൽ നിന്നും എന്ത് നിന്നു, ആ ഡിക്ക് 8% വെച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതേ രീതിയിൽ എന്ത് ചെയ്യും, പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റുകളും കണക്ട് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ലെവൽ 1 $50 വെച്ചിട്ട് ലെവൽ 1 നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഈ ലെവൽ 1 ലെവൽ 2 ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ 40% ആരാണോ റെഫറൽ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയിലേക്കും 40% 5 ലെവലുകളിലായിട്ട് 8% വെച്ചിട്ട് എന്ത് ചെയ്യും, ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്തു പോകും. ആൻഡ് അദ്ദേഹം തേർഡ് കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ 40%, മൂന്നാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ $150 ആണെങ്കിൽ $150 40% എന്ന് പറയുമ്പോൾ $60 എന്ത് ചെയ്യും, അതുവരെ 3 കോൺട്രാക്ട് ആരൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അവരിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ലെവൽ 4 ലെവൽ 5 സെയിം മെത്തേഡ്. ലെവൽ 6 എന്ത് ചെയ്യും, $300 ആണ് ആ കോൺട്രാക്ടിന്റെ വാല്യൂ എങ്കിൽ ആ $300 40% $120 അതുവരെ ആരൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അവരിലേക്ക് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുള്ളതാണ്. ആൻഡ് റോയൽറ്റി, അതേപോലെ തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എനർജി ടോക്കൺ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്നത് 100 കോടി കോയിനാണ്. ആ കോയിനുകളിൽ നമ്മളുടെ ഇവിടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് 10% കോയിനാണ്. ആൻഡ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന USDT അത് എത്രയാണെങ്കിലും ആവട്ടെ, നമ്മൾ ഒരു സ്ലോട്ട് ആവാം, ചിലപ്പോൾ നമ്മൾ 6 സ്ലോട്ട് ആവാം ബൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു സ്ലോട്ടിന്റെ വാല്യൂ $50 ആണെങ്കിൽ 6 സ്ലോട്ടിന്റെ വാല്യൂ $1050 ആണ് അല്ലെ. $1050 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എനർജി ടോക്കൺ ആയിട്ട് 1050 ടോക്കൺ ഉണ്ടാവും. അതാണ് ഫ്യൂച്ചറിൽ നമ്മുടെ ക്രിപ്റ്റോ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ എലമെന്റ് ആയിട്ട് മാറാൻ പോകുന്നത്. ഈ 1050 എനർജി ടോക്കൺ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ട്, ആ 1 ലക്ഷം രൂപയ്ക്ക് എനർജി ടോക്കൺ വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അത് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല. അവിടെ നമുക്ക് പണം കൊടുത്തിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ അവിടെ നമുക്ക് എനർജി ടോക്കൺ ഏൺ ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നിങ്ങൾ റെഫറൽ ചെയ്യുന്ന വ്യക്തി ത്രൂ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ എനർജി ടോക്കണെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി ത്രൂ ഹരി എന്ന് പറയുന്ന ഒരു വ്യക്തി കണക്ട് ആവുകയാണെങ്കിൽ ആ വ്യക്തിയും $1050 സ്പെൻഡ് ചെയ്തിട്ട് 6 കോൺട്രാക്ട് ബൈ ചെയ്തിട്ട് ആൾക്ക് 1050 എനർജി ടോക്കൺ കിട്ടുന്ന സമയത്ത് ഇവിടെ എന്റെ എനർജി ടോക്കൺ 1050ന്റെ കൂടെ ഒരു 25% അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യും, ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ എനർജി ടോക്കൺ നമ്മൾക്ക് കൂട്ടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ആളുകൾ ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ബൈ ചെയ്യുന്ന കോൺട്രാക്ടിന്റെ വാല്യൂവിനനുസരിച്ച് അതിന്റെ 25% നമ്മളിൽ എന്ത് ചെയ്യും, ബൈ പ്രൊഡക്റ്റ് എനർജി ടോക്കൺ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ $1050 സ്പെൻഡ് ചെയ്തിട്ട് വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ട് ചെയ്തു. വിഷ്ണു ത്രൂ ഒരു 4 പേരിലേക്ക് ഈ പ്രൊജക്ട് വിഷ്ണു കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4 പേരും $1050 ആണ് സ്പെൻഡ് ചെയ്തെങ്കിൽ അവരുടെ കൈകളിലൊക്കെ 1050 എനർജി ടോക്കൺ ഉള്ള സമയത്ത് എഗെയിൻ അതിന്റെയൊക്കെ 25% വെച്ചിട്ട് എഗെയിൻ ഒരു 1050 ടോക്കണുകൾ എന്റെ കയ്യിൽ അഡീഷണലി ഉണ്ടാവും. 2100 ടോക്കൺ ഉണ്ടാവും എന്റെ കയ്യിലുണ്ടാവും. സോ അതൊരു പക്ഷേ $1 ആയാൽ പോലും $2100 വാല്യൂ ആണ്. നമുക്കറിയാം ഒരു ക്രിപ്റ്റോന്റെ വാല്യൂ കൂടുന്നത് എപ്പോഴാണ്, അത് ആളുകൾ ഹോൾഡേഴ്സ് കൂടുന്ന സമയത്തും ആ കോയിൻ വെച്ചിട്ട് മാർക്കറ്റിൽ വാല്യൂ കൂടുന്നത് അതിന്റെ ഉപയോഗത്തിനനുസരിച്ചാണ്. സോ ഇതൊരു $10 ആയാലോ അല്ലെങ്കിൽ ഒരു $5 ആണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അവിടെ എന്താണ് ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി പ്രോഫിറ്റ് ആണെന്നുള്ളതാണ്. സോ അതാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് എങ്ങനെ അത് കൂടും, ഉറപ്പായിട്ടും എന്തുണ്ട്, ആ ടോക്കണുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബാക്കപ്പ് പ്രോഗ്രാമുകൾ എന്തുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ റോയൽറ്റി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോയൽറ്റി എന്ന് പറയുന്നത് അഫ്കോഴ്സ് ക്രൈറ്റീരിയ ഉണ്ട്. റോയൽറ്റി എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഫോഴ്സ് റേസിന്റെ ഭാഗമാണെങ്കിൽ ഫോഴ്സ് റേസിന്റെ ഒരു അടുത്ത പ്രോഗ്രാമിലേക്ക് വരുന്നതാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ റെഫറൽ ത്രൂ ആണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 6 കോൺട്രാക്ട് ആണ് ഓപ്പൺ ആയിട്ടുള്ളതെന്നാണ്. ബാക്കി കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആവാൻ പോകുന്നു. അതിനുശേഷം നമ്മൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് റോയൽറ്റി എന്ന് പറയുന്നത്. എത്ര കോൺട്രാക്ട് ഇനി ഓപ്പൺ ആയി കഴിഞ്ഞാലും അത് ഏത് രീതിയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാലും ആ കോൺട്രാക്റ്റും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിലേക്ക് കയറാനുള്ള നമ്മുടെ ബേസ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെ പോലെ നമുക്കൊരു 5 ഡയറക്റ്റ് റെഫറൽ എങ്കിലും ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. ആ 5 പേരും എന്തൊക്കെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ടോ അത് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള റോയൽറ്റിയുടെ 20% എല്ലാ മാസവും നമ്മൾക്ക് ലഭിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം. അതേപോലെ തന്നെ അതിന്റെ 30% നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളിവിടെ പയനീറിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജെനസിസിലേക്ക് 5 ഇത്രയും കോൺട്രാക്റ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ 5 ഡയറക്ട് റെഫറൽസ് വന്നിട്ട് അവരൊരു 20% വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ
30% റോയൽറ്റി ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എല്ലാ മാസവും 1-ാം തീയതി നമുക്കൊരു സാലറി പോലെ നമ്മളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സമയത്ത് ഷെബി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആള് ഈ പ്രോഗ്രാം, ഈ പ്രൊജക്ട് അല്ലെങ്കിൽ അംപവർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തത് മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണെന്ന്. ഓഫ് കോഴ്സ് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആയിട്ട് 20ഓളം പ്രോഗ്രാമുകളോട് കൂടിയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അവിടുത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട് താൽക്കാലികമായിട്ട്. അവിടെ ആവശ്യമില്ല, കാരണം വെച്ചാൽ അവർ എന്ത് ചെയ്തു, അതിന്റെ ടോക്കൺ ഓൾറെഡി ലോഞ്ച് ചെയ്തു, മാർക്കറ്റിൽ വളരെ ഹൈയിൽ മൂവ് ചെയ്തു. സോ ആ ഒരു ടോക്കൺ ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ടോക്കണിന്റെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ 18 രൂപ മാത്രമായിരുന്നു. പക്ഷെ എന്നാൽ അതിന്റെ ഒരു വാല്യൂ ഒരു വർഷം കൊണ്ട് അറൗണ്ട് 2400 രൂപയാവുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു പക്ഷേ അന്ന് ആ ഒരു $18 കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ 18 ഇന്ത്യൻ രൂപയ്ക്ക് കിട്ടിയിട്ടുള്ള ആ കോയിനിൽ ഒരു 1000 എണ്ണം അല്ലെങ്കിൽ 2000 എണ്ണം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റ് 20% അല്ലെങ്കിൽ 20 മടങ്ങിലധികമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേപോലെ റോയൽറ്റികൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രൊജക്റ്റിലും അതേപോലെ തന്നെ നമ്മളിപ്പോ ഇന്ന് കേൾക്കുന്ന ആളുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഏർലി ബേർഡ് സ്റ്റേജിലുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോഗ്രാമാണ് കേൾക്കുന്നത്. സോ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ തുടക്കം മുതൽ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് എടുക്കാൻ പറ്റും. അതിന് ത്രൂ വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ പ്രൊജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിൻ ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഏർലി അഡോപ്ഷൻ അഡ്വാൻറ്റേജ് ആണ്. വളരെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തന്നെ ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് 100% എന്ത് ചെയ്യാൻ പറ്റും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു റിയൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു സംശയമില്ല, അത് നമുക്ക് ഈ പ്രൊജക്റ്റിലൂടെ നടക്കും എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരാണെന്ന് ഞാൻ 100% പറയും. നിങ്ങൾ ഇവിടെ വിളിക്കുന്ന ആരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്നും കൂടുതൽ ഇൻകം ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ പോലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല ഈ പ്രൊജക്റ്റിൽ. വളരെ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളുകളെല്ലാം ഉദ്ദേശിച്ച് ഒരു മിനിമം ഒരു മാസമായിട്ടെങ്കിലും പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ എന്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഇൻകം ഇതിലൂടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് പാസീവ് ഇൻകം ആണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾക്ക് ഒരു വരുമാനം വരുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോയിൻഫോർജിന്റെ പ്രൊജക്ട് മുഖാന്തരം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നോ റിസ്ക് ഓഫ് മാനിപ്പുലേഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നടത്തണമെങ്കിൽ അവിടെ ആർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം, ഹാൻഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് മാനിപ്പുലേഷൻ നടക്കാൻ പറ്റില്ല, കാരണം ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ്. സോ ഓഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു എന്നെ കേട്ടിരിക്കുന്ന പല ആളുകൾക്കും പല സംശയങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും, മനസ്സിൽ കയറിയിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു വെബ്3 പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ വെബ്3 അതേപോലെ സ്മാർട്ട് കോൺട്രാക്ട് ഒക്കെ കേൾക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും നമ്മുടെ ലൈഫ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണെന്നുള്ളത്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ ഈ ഒരു എന്റെ ലൈഫ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ്. ഏറ്റവും കൂടുതൽ ടൂറിസത്തിൽ വിശ്വസിച്ചിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസം പാഷനായിട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അറൗണ്ട് ഒരു 8 വർഷത്തോളം ഓസ്ട്രേലിയയിലായിരുന്നു. 2020 നാട്ടിൽ വന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എനിക്കൊന്നും ജന്മം മറക്കാൻ പറ്റാത്തൊരു സമയമാണ് 2020 എന്ന് പറയുന്നത്. കാരണം കോവിഡ് എന്ന് പറയുന്ന കാലഘട്ടം വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ചിന്തിച്ചത്. അറൗണ്ട് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഓസ്ട്രേലിയൻ ബേസ് ചെയ്തിട്ട് അവിടുത്തെ ടൂറിസം ഡെവലപ്മെന്റ് കൗൺസിലിൽ ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഏകദേശം എത്ര സാലറി ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. സോ ആ ഒരു സാലറി പാക്കേജിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് ഒരു ചെറിയൊരു സമയം കൊണ്ട് മാറിയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ 2020 കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത്. കാരണം തിരിച്ചു പോകേണ്ട സമയത്തേക്കും തിരിച്ച് ഫ്ലൈ ചെയ്യേണ്ട സമയത്തേക്കും ഇവിടെ എന്ത് ചെയ്തു, എയർപോർട്ടുകൾ ക്ലോസ് ചെയ്തു, തിരിച്ചു പോകാൻ പറ്റില്ല. ദുബായ് എയർപോർട്ടിൽ പോയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് റിട്ടേൺ വരേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ നല്ലൊരു ലോസ് അവിടെ വന്നു. കരിയർ ഇപ്പൊ അറൗണ്ട് ഒരു 6 മാസത്തോളം കമ്പനി കുറച്ച് സ്ട്രോങ് കമ്പനി, എഫിലിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കമ്പനി ആയിരുന്നു. വേൾഡിൽ തന്നെ 22 രാജ്യങ്ങളിലുള്ള ഒരു കമ്പനിയാണ്.
ആ കോർപ്പറേറ്റ് ആ കമ്പനി ആയതുകൊണ്ട് തന്നെ അറൗണ്ട് 6 മാസം എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് അറ്റ് ഹോം തന്നു, 50% സാലറി തന്നു. അപ്പോഴൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തിരിച്ചു പോകാൻ പറ്റുന്നുള്ളത്. പക്ഷെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് കോവിഡിന്റെ സിറ്റുവേഷൻസ് കൂടി. അപ്പം ഒരു പ്രതീക്ഷയില്ലാതെ അവസാനം കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങൾ എന്ത് ചെയ്യാം, വേറെ ഓപ്ഷൻ നോക്കുക, ഞങ്ങൾക്ക് ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ, ഞങ്ങൾ വേറെ രാജ്യത്ത് നിന്ന് ആളെ ഹയർ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വന്നു. ആ മെയിൽ കണ്ട സമയത്ത് സത്യം പറഞ്ഞാല് കാല് എന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം വീട്ടിൽ പറയാൻ പറ്റില്ല, 6-7 മാസമായിട്ട് ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ 2020 ഡിസംബറിലാണ്, എനിക്ക് ഡിസംബർ 30-നാണ് എനിക്ക് മെയിൽ വരുന്നത്. എന്റെ മെയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ മെയിൽ ഡിജിറ്റൽ നിങ്ങൾ സൈൻ ചെയ്ത് തരണം റെസിഗ്നേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം വലിയൊരു സിറ്റുവേഷൻ നിന്ന് കര കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും അതേ സിറ്റുവേഷനിലേക്ക് ആ പോകുന്നെന്നുള്ളൊരു സ്റ്റേജ് ആ ഒരു സമയത്താണ് ശരിക്കും സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വരുമാനം നമുക്ക് ഏതെങ്കിലും ഒരു മുഖേന ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതെ ആയി പോകുമെന്ന് മനസ്സിലാക്കിയത്. ആ ഒരു സമയത്ത് ജസ്റ്റ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദൈവഭാഗ്യം പോലെ അത് അന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ടത് നന്നായി എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയം എനിക്ക് തന്നിട്ടുള്ള എംപവർ ഫാമിലിക്കും അതേപോലെ തന്നെ എംപവർ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബാക്ക് ടു ഷെബിർ ബ്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ കോയിൻ ഫോർജിലൂടെ എങ്ങനെയാണ് ഇൻകം അല്ലെങ്കിൽ എങ്ങനെയാണ് കോയിൻ ഫോർജ് വർക്ക് ചെയ്യുന്നതിൽ വളരെ വ്യക്തമായിട്ട് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റും, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് വിഷ്ണു ബ്രോയോടെ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മൾ കോയിൻ ഫോർജ് വെറുതെ അസോസിയേറ്റ് ചെയ്യല്ല, നമുക്ക് എംപവറിന്റെ അണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എല്ലാ സൈഡും ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും വളരെ പ്രോപ്പർ ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോയിൻ ഫോർജിലൂടെ നല്ലൊരു ഇൻകം എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.